അപ്പോൾ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എവിടെയാ പഠിച്ചു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോസിസ് നമ്മുടെ ഏരിയ ഓസ്മോസിസ് അല്ല. ഓസ്മോസിസ് എന്താണെന്ന് പറഞ്ഞു. ശേഷം ഓസ്മോട്ടിക് പ്രഷർ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞിരുന്നു. ഓസ്മോട്ടിക് പ്രഷർ ദാറ്റ് ഈസ് പൈ ഈസ് ഈക്വൽ ടു CRT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അതിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്ത് എന്തെന്ന് എഴുതി മോളാർ മാസ് കണ്ടുപിടിക്കുന്നവരെ എത്തിയില്ലയോ? ഓക്കെ, അതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യമാണ്. എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെന്റ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്. എവിടുന്ന് സോൾവെന്റ് പാർട്ടിക്കിൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലുള്ള സോൾവെന്റ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലയോ? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ്. പരീക്ഷകളിൽ പലവട്ടം പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്മോട്ടിക് പ്രഷറിനെ അടിസ്ഥാന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദി ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് അല്ലെങ്കിൽ ക്ലാസിഫൈഡ് 3. ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഹൈപ്പോടോണിക് സൊല്യൂഷൻ, ഐസോടോണിക് സൊല്യൂഷൻ. ഓക്കെ, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറിന്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? ഹൈപ്പർടോണിക്, ഹൈപ്പോടോണിക്, ഐസോടോണിക് സൊല്യൂഷൻസ് എന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇപ്പോ നമുക്ക് ആദ്യം ഐസോടോണിക് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഐസോടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഐസോടോണിക് സൊല്യൂഷൻ. അങ്ങനെയാണ് എങ്കിൽ ഐസോടോണിക് സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യം പറയുന്നതിന് മുന്നേ ആയിട്ട് ഓക്കെ അല്ലേ? ഓക്കെ കേട്ടോ. അപ്പൊ ഐസോടോണിക് സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓസ്മോട്ടിക് പ്രഷർ ഗ്രേഡിയന്റിനനുസരിച്ചാണ് ഓസ്മോസിസ് നടക്കുന്നത്. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു? ഒരു പ്രഷർ കൊടുക്കും, എക്സസ് ഓഫ് പ്രഷർ കൊടുക്കും. അതിനെ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായി. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അവിടെ ഓസ്മോസിസ് നടക്കും. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ട് ആ സൊല്യൂഷൻ സൈഡിൽ പ്രഷർ കൊടുക്കുന്നു, ഓസ്മോസിസ് നടക്കുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സൊല്യൂഷൻ വിത്ത് സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, രണ്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ടു സൊല്യൂഷൻസ് വിത്ത് സെയിം ഓസ്മോട്ടിക് പ്രഷർ. രണ്ട് സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിട്ടുള്ള രണ്ട് സൊല്യൂഷൻ ആണ്. ദാറ്റ് ഈസ് നമ്മൾ രണ്ട് സൊല്യൂഷൻ എടുക്കുന്നു, എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബി അല്ലെങ്കിൽ എക്സ് ഓർ വൈ എന്തോ ആയിക്കോട്ടെ, രണ്ടുപേരെ എടുക്കുന്നു. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യിക്കുന്നു. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം എന്ത് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്കറിയാം. ഓസ്മോസിസ് നടക്കാനുള്ള സാധ്യത എവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ രണ്ടിന്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ് എങ്കിൽ അവിടെ ഓസ്മോസിസ് നടക്കത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐസോടോണിക് സൊല്യൂഷൻ. അപ്പൊ ടു സൊല്യൂഷൻസ് ദാറ്റ് വിച്ച് ദ ഓസ്മോട്ടിക് പ്രഷർ ഹാവ് സെയിം ഓസ്മോട്ടിക് പ്രഷർ, സെയിം ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ ഉള്ള അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഐസോടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ RBC, റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, നമുക്കറിയാം ബ്ലഡ്. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസ് 0.91% മാസ് പെർസെന്റേജ് വോളിയം പെർസെന്റേജ്. ഓക്കെ, 0.91% NaCl സൊല്യൂഷനുമായിട്ട്, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനുമായിട്ട് ഐസോടോണിക് ആണ്. ബ്ലഡിലെ ബ്ലഡ് RBC ദാറ്റ് ഈസ് ബ്ലഡിന് അതോടെ സെല്ല്. ഓക്കെ, അത് 0.91% സോഡിയം ക്ലോറൈഡുമായിട്ട് എന്താണ്? ഐസോടോണിക് ആണ്. ഐസോടോണിക് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഓസ്മോസിസ് നടക്കില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 0.91% ഇമ്പോർട്ടന്റ് ആണ്. ഈ 0.91% നമ്മൾ കേട്ടിട്ടുണ്ടാവും നോർമൽ സലൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും നോർമൽ സലൈൻ സൊല്യൂഷൻ ഒക്കെ. നിങ്ങൾ ഇനി ഡ്രിപ്പ് ഇടുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻട്രാവീനസ് ആയിട്ട് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുമ്പോഴോ കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാം ഒരു ആന്റിബയോട്ടിക് എടുക്കാൻ പോവാം. വെയിനിലാണല്ലോ, ഇൻട്രാവീനസ് ആണ് ഇഞ്ചക്ഷനൊക്കെ. ആ ഇഞ്ചക്ഷൻ ഓക്കെ, അപ്പോൾ അത് ഒരു പൊടിയായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. വാട്ട് എവർ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചിലപ്പോൾ അത് ലിക്വിഡായിട്ട്
അത് നമ്മളെടുത്ത് ഡയല്യൂട്ട് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ആ സാധനത്തിനെ കിട്ടിയതിനെ എടുത്ത് എന്തുമായിട്ട് മിക്സ് ചെയ്യും, നോർമൽ സലൈൻ സൊല്യൂഷനായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇൻട്രാവീനസ് ആയിട്ട് ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RBC എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്കെ റെഡ് ബ്ലഡ് സെൽസ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. 0.91% സോഡിയം ക്ലോറൈഡ് ദാറ്റ് ഈസ് നോർമൽ സലൈൻ സൊല്യൂഷനുമായിട്ട് ഐസോട്ടോണിക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സലൈൻ സൊല്യൂഷൻ എടുക്കുന്നു, RBC എടുത്തിടുന്നു, യാതൊന്നും അവിടെ നടക്കത്തില്ല, ഓസ്മോസിസോ കാര്യങ്ങളോ നടക്കില്ല. ഓക്കെ, പക്ഷെ നമുക്ക് മനസ്സിലാവും ഇപ്പൊ 0.91%നേക്കാൾ കൂടുതലാണ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, RBC എടുത്തിടുന്നു, ഓസ്മോസിസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. കുറവാണ്, RBC എടുത്തിടുന്നു, ഓസ്മോസിസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ പറഞ്ഞ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് ഇപ്പൊ ഐസോട്ടോണിക് ആണ് പറയുന്നത്. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സൊല്യൂഷൻസ് വിത്ത് സെയിം ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓസ്മോസിസ് നെവർ ഒക്കർ, ഓസ്മോസിസ് നടക്കില്ല. ഇതൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത് ഇപ്പൊ ഒരു ഐസോട്ടോണിക് സൊല്യൂഷനകത്ത് നമ്മളൊരു പ്ലാന്റ് സെല്ലിനെ എടുത്ത് ഏതെങ്കിലും ഒരു സൊല്യൂഷനകത്ത് വെക്കുന്നു, അവിടെ ഓസ്മോസിസ് നടക്കുന്നില്ല, ഷ്രിങ്ക് ചെയ്യുന്നുമില്ല, യാതൊന്നും നടക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, പ്ലാന്റ് സെൽ ഈസ് ഐസോട്ടോണിക് വിത്ത് ദാറ്റ് സൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് വേറെ ഒന്ന് നോക്കാം, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പൊ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ രണ്ട് സൊല്യൂഷനെ ഞാൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, രണ്ട് സൊല്യൂഷനെ ഞാൻ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പൊ തന്നെ രണ്ട് സൊല്യൂഷനെ ഇവിടെ ഒരു സൊല്യൂഷൻ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുവാണ്. ഇവിടുത്തെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് that is ഇവിടെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇവന്റെ കോൺസെൻട്രേഷനേക്കാൾ കൂടുതലാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഓസ്മോസിസ് നടക്കുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതിയിട്ട് മാത്രം കാര്യമില്ല. ഓക്കെ, പരീക്ഷയ്ക്ക് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതിയിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ ഓക്കെ സോഡിയം ക്ലോറൈഡ് നോർമൽ സലൈൻ സൊല്യൂഷൻ അകത്തോട്ട് ഒരു RBC എടുത്തിട്ട് കഴിഞ്ഞാൽ യാതൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലയോ? ഓക്കെ, ഞാൻ ഓക്കെ ഒരു 0.9% ദാറ്റ് ഈസ് നോർമൽ സലൈൻ്റെ കോൺസെൻട്രേഷനേക്കാൾ കൂടിയ ഒരു സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എത്തുന്നത് ദാറ്റ് ഈസ് 0.91നേക്കാൾ കൂടുതലാണ് കോൺസെൻട്രേഷൻ. അതിനകത്തോട്ട് RBC എടുത്തിടുന്നു, എന്ത് സംഭവിക്കും? RBC എടുത്തിടുന്നു, കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് സോൾവെന്റ് പാർട്ടിക്കിൾസ് എവിടുന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. നമുക്ക് നോക്കാം, നോക്ക് സൊല്യൂഷൻ NaCl ആണ്. ഓക്കെ, അവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0.91% ആണ്. ഗ്രേറ്റർ ദാൻ 0.91% ആണ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. അതിനകത്തോട്ട് ഞാൻ RBC എടുത്ത് ഡിപ്പ് ചെയ്യുന്നു. RBC ഒരു സെല്ലിന് എടുത്തിട്ടു അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെല്ലിന് എടുത്തിട്ടു. ഓക്കെ, ഒരു പ്ലാന്റ് സെല്ലിന് എടുത്തിട്ടു. സെല്ലിന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറഞ്ഞ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ആര് മൂവ് ചെയ്യും? സോൾവെന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് RBCയിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? സോഡിയം ക്ലോറൈഡിലേക്ക് മൂവ് ചെയ്യത്തില്ലയോ? അപ്പൊ എന്ത് ചെയ്യപ്പെടും? RBC ചുരുങ്ങും. എന്ത് ചെയ്യപ്പെടും? ഷ്രിങ്ക് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? RBC ഷ്രിങ്ക് ചെയ്യും. അതാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് സൊല്യൂഷൻ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് the separated solution is higher in concentration than അല്ലെങ്കിൽ മറ്റേതിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവിടെ എന്ത് നടക്കും? ഓസ്മോസിസ് നടക്കും. ഓസ്മോട്ടിക് പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഗ്രേഡിയൻസ് ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായി? അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് വൺ ഈസ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഈ എക്സാമ്പിൾ സലൈൻ സൊല്യൂഷൻ വെച്ചിട്ടുള്ള കാര്യം ഫസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് hypotonic solution. Hypotonic solution.
എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, വാട്ട് യു മീൻ ബൈ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ? അപ്പോൾ ഹൈപ്പർ കൂടുതൽ, ഓക്കെ, അപ്പോൾ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും, ഹൈപ്പർ, ഐസോ, ഹൈപ്പോ, മനസ്സിലായ? ഹൈപ്പർട്ടോണിക് എന്ന് പറയുമ്പോൾ കൂടുതൽ, ഐസോ എന്ന് പറയുമ്പോൾ ഓക്കെ ഈക്വൽ, കുറവ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതേ എക്സാമ്പിൾ തന്നെ വേറെ എടുത്ത് നോക്കാം. ആൻഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ concentration less than 0.91%, concentration less than 0.91%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ RBC എടുത്ത് വെക്കുന്നു, കോൺസെൻട്രേഷൻ കുറവാണ്, RBC ആരുമായിട്ടാ 0.91% ആയിട്ട് ഐസോട്ടോണിക്, അങ്ങനെയാണെങ്കിൽ അവിടെ ഓസ്മോസിസ് നടക്കില്ല. ഓക്കെ, അത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ കൂടുതലോ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ഓസ്മോസിസ് നടക്കും. അപ്പൊ ഇവിടെ കുറവാണ്, that is hypotonic ആണ്. The human RBC in hypotonic with sodium chloride, മനസ്സിലായ? അതാണ് ഹൈപ്പോട്ടോണിക്. അപ്പൊ ഇവിടെ എടുത്തിടുന്നു, ഇപ്പൊ ഹൈപ്പോട്ടോണിക് ആണ്, അപ്പൊ RBC എടുത്തിടുന്നു, എന്ത് സംഭവിക്കും? RBC എടുത്തിടുന്നു, ഇവിടെ RBC യുടെ കോൺസെൻട്രേഷൻ കൂടുതലല്ല, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ കുറവാ, ദാറ്റ് ഈസ് ഇവിടെ എന്ത് ചെയ്യും? സൊല്യൂട്ട് പറയുമ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യും, കോൺസെൻട്രേഷൻ കൂടുതലോട്ട് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വെല്ല് ചെയ്യും, വീർത്ത് വരും, വരത്തില്ലയോ? അപ്പൊ RBC എന്ത് ചെയ്ത് വരും? സ്വെല്ല് ചെയ്ത് വരും. അപ്പോ എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇലിസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. RBC എടുക്കുന്നു, ഇത് ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെൽ എടുക്കുന്നു, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുന്നു, 0.91% ആയിട്ട് ഐസോട്ടോണിക് ആണ്. ഓക്കെ, അതിനേക്കാൾ കുറവാണ് എങ്കിൽ RBC ഈസ് ഇൻ ഹൈപ്പോട്ടോണിക് വിത്ത് ദാറ്റ്, ഹൈപ്പോട്ടോണിക് വിത്ത് ദാറ്റ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അങ്ങനെയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസ് എൻ്റർ ഇൻടു ദ എന്തിനകത്തോട്ട്? RBC അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിനകത്തോട്ട്. അപ്പോൾ അവിടെ എന്ത് നടക്കും? സെല്ല് സ്വെല്ല് ചെയ്ത് വരും, വീർത്ത് വരും. ദാറ്റ് ഈസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറയാൻ പറ്റും? RBC ഈസ് ഇൻ ഹൈപ്പോട്ടോണിക് വിത്ത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് വിത്ത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ കഥ എന്താവും? ശ്രിങ്ക് ചെയ്യും. പറയുന്ന കാര്യം മനസ്സിലാക്കണം. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കോ രണ്ടുപേരുടെയും സെയിം ആയിരിക്കും, ഓസ്മോട്ടിക് പ്രഷർ, അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? ഓസ്മോസിസ് നടക്കില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് വെച്ചിട്ട് ഇതിന്റെ പല ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കണ്ടിട്ടില്ലയോ? എന്താ പറയുക, അച്ചാറിടുന്നത്, അല്ലെങ്കിൽ അച്ചാർ നമ്മൾ ഇടത്തില്ലയോ? അപ്പോൾ മാംഗോ പിക്കിൾസിനകത്ത് മാംഗോ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് കുറഞ്ഞ കഴിയുമ്പോൾ ഷ്രിങ്ക് ചെയ്യും. അത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക്, ഈ നോർമൽ സെല്ലിൻ്റെ കേസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെ ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത് 0. നോർമൽ സെല്ലിനേക്കാൾ ഗ്രേറ്റർ സൊല്യൂഷൻ ആണ് എങ്കിൽ സെല്ലിന് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ഇഞ്ചക്ട് ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ് കൂടുതലാണ് എങ്കിൽ അവിടെ ഹൈപ്പർട്ടോണിക് ആണ്. എന്ത് ചെയ്യും? സെല്ല് ഷ്രിങ്ക് ചെയ്യും, ഞരമ്പ് ചെറുതാവും സാധ്യതയുണ്ട്, വെയിൻസ് ചെറുതാവാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഹാർട്ട് അറ്റാക്കിന് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, അതുപോലെ തന്നെ നേരെ തിരിച്ചും പറഞ്ഞാൽ മനസ്സിലായി, രണ്ടായാലും എഫക്ട് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്ലാന്റ് സെല്ല് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, പ്ലാന്റ് സെല്ല്. അതുപോലെ തന്നെ ഇപ്പം ക്യാരറ്റ്, ഇപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിനകത്ത് ഇരിക്കുന്ന കുറേ നേരം അറ്റ്മോസ്ഫിയറിനകത്തിരുന്ന് വാട്ടർ കണ്ടന്റ് എല്ലാം ലോസ് ചെയ്തു. ക്യാരറ്റ് കുറേ നേരം ഇങ്ങനെ ഇതായി പോകത്തില്ലേ? ക്യാരറ്റിൻ്റെ ഒരു ഒറിജിനാലിറ്റി പോയി അത് നശിച്ചു പോകത്തില്ലേ? അപ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടന്റ് നശിച്ചു പോകുന്നതാ. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ അതിനെ നമ്മളെടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് സംഭവിക്കും? സ്വെല്ല് ചെയ്ത് വരും. ദാറ്റ് ഈസ് അവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള സോൾവെന്റ് മോളിക്യൂൾസ് എല്ലാം പോയായിരുന്നു, അത് കോൺസെൻട്രേഷൻ കൂടി നിൽക്കുക. മനസ്സിലായോ? ക്യാരറ്റ് നോർമൽ ഇരുന്ന് അതിന്റെ വാട്ടർ കണ്ടന്റ് എല്ലാം പോയി കഴിഞ്ഞ് കോൺസെൻട്രേഷൻ ചുരുങ്ങി പോയപ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി നിൽക്കും. അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ കൂടുതല, അതുകൊണ്ടാണ് ചുരുങ്ങിപ്പോയത്. അപ്പോൾ അതിനകത്ത് വെള്ളത്തിലിടുമ്പോഴത്തേക്ക് വാട്ടർ മോളിക്യൂൾസിന്റെ അവിടെ കോൺസെൻട്രേഷൻ കൂടുതല, വാട്ടർ മോളിക്യൂൾസ് അങ്ങോട്ട് വരും, അത് സെൻഡ് ചെയ്ത് വരും. പറഞ്ഞു മനസ്സിലാക്കണ്ട. അതുപോലെ തന്നെ ഉണങ്ങിയ ലീവ്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് നമ്മൾ എടുക്കുന്നു, ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് ഉണങ്ങിപ്പോകും, ലീഫ് പെറ്റൽസ് ഒക്കെ ഉണങ്ങിപ്പോകും. ഈ ഉണങ്ങി കഴിയുമ്പോൾ അറിയാമല്ലോ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പൂവെടുത്ത് കുറേ നാൾ കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകാറുണ്ട്. ഈ ഉണങ്ങിയ സാധനം എടുത്ത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? എന്ത് സംഭവിക്കും? വെള്ളത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് സ്വെല്ല് ചെയ്ത് വരും. അപ്പോൾ അവിടെ നടക്കുന്ന എന്താണ്? അത് വാട്ടർ മോളിക്യൂൾസിൽ ലോസ് ചെയ്ത് വരുന്നു, ഓൾറെഡി ലോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം എൻട്രി ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഓസ്മോസിസ് നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഓസ്മോസിന്റെ ആപ്ലിക്കേഷൻ അവിടെ വരുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, അതുപോലെ തന്നെ എന്ന് പറയുന്നത്
ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണ്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്താണ്, എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ അമർത്തുക, കൂട്ടുകാരിലെത്തിക്കാൻ ഷെയർ ചെയ്യുക. താങ്ക് യു.